നമസ്കാരം. വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് കണ്ണൂർ പറശ്ശിനിക്കടവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് പറശ്ശിനിക്കടവിൻ്റെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ സമയം 5:30 അപ്പോൾ ഒരു 5:45 6 മണി ആ ഒരു റേഞ്ചിൽ നമ്മൾ ഇവിടുന്ന് പുറപ്പെടും. അപ്പോൾ വീട്ടിൽ നിന്ന് പറശ്ശിനിക്കടവ് വരെയുള്ള കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ. നമ്മളതാ പുറപ്പെട്ട് സമയം 6 മണി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നേരെ പോയാൽ കല്ലാച്ചി മാർക്കറ്റിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ ഒന്ന് ചാടാൻ പറ്റും. മഴ പെയ്യുന്നുണ്ടോ? ഇതുപോലൊരു ജംഗ്ഷനിൽ മുട്ടും. ഇപ്പോൾ ഇവിടെ കലിങ്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് വലത്തോട്ടേക്കാണ്. ഇതിലെ പോകുമ്പോൾ നേരെ കുമ്മങ്കോട്, അവിടുന്ന് റൈറ്റ് എടുത്ത് തണ്ണീർപ്പന്തൽ വടകര. ഇത് നേരെ കല്ലാച്ചി മാർക്കറ്റിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ വെച്ചാടും. വടിയെടുത്ത് പോകുന്നുണ്ട്. ശോഭ ശംഖുവിന്റെ നടക്കാൻ പോകുന്നുണ്ടോ? വടിയുടെ അടുത്ത് പിന്നാരല്ല പുത്തൂര് ഇല്ലാസിന്റെ ഭാര്യ ബിനിജ. പുത്തൂര് ഇല്ലാസിന്റെ ഭാര്യ ബിനിജ. കല്ലാച്ചി മാർക്കറ്റിന്റെ അടുത്തുള്ള പെട്രോൾ പമ്പാണ്. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ നേരെ കുറ്റിയാടി. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് കേട്ടോ. കല്ലാച്ചി ടൗൺ. വടകരകളെ ഫസ്റ്റ് ബസ് അവിടെ എത്തുന്നുണ്ട്. നമ്മളത് നാദാപുരം ടൗണിലെത്തിയിട്ടാണ്. രാവിലെ ബ്ലോക്ക് അവിടെ. രണ്ടാൾ അങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ കുറച്ച് ബാക്കോട്ട് നോക്കിയിട്ടുണ്ട്. രാവിലെ ബ്ലോക്ക് ശുഭലക്ഷണം. കോഴിക്കോടൊക്കെ പോകുന്ന ദിവസവും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണ് കേട്ടത്.
കണ്ണൂർ വഴി ബാംഗ്ലൂരിൽ നിന്ന് കുറ്റ്യാടിക്ക് പോകുന്ന വണ്ടിയാണ് ഇത്. അപ്പം വലത്തോട്ട് പോയാൽ തലശ്ശേരിയാണ്, അതുപോലെ തന്നെ ഇടത്തോട്ട് പോയാൽ വടകര. ഇത് വടകരക്കുള്ള വഴിയാണ് കേട്ടോ. ഇതിലെ പോകുമ്പോൾ ആവോലം, പേരോട്, തൂണേരി, പെരിങ്ങത്തൂർ വഴി തലശ്ശേരി. പെരിങ്ങത്തൂർ പുഴയാണ് കേട്ടോ അത്. പെരിങ്ങത്തൂരെത്തി. പാലെത്തിട്ടാ. ഇത് പഴയ പാലാണ്. ഇതിൻ്റെ നേരെ മേലെ കാണുന്നതാണ് പുതിയ പാലം. നമ്മൾ തലശ്ശേരി ടൗൺ കയറാണ്ടാണ് വന്നത് കേട്ടോ. അല്ല ശരി, അങ്ങല്ലേ ഉണ്ടാവുക. കല്യാണല്ലേ? മനോന്റെ കല്യാണം കഴിഞ്ഞാ? ഇരിട്ടി കൂത്തുപറമ്പ് റോഡാണ്. അതായത് നമ്മളെ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ്. അതുപോലെ തന്നെ കൊട്ടിയിലേക്കും ഈ വഴി തന്നെയാണ് പോകേണ്ടത്. ബാക്കി പലതാ ഇതിൽ കയറിയാൽ അവിടെ ഇറങ്ങും. പുതിയ എന്താ കാര്യം അല്ല, പത്തായക്കൊന്ന് അടുത്ത സ്റ്റോപ്പ്. അപ്പം ഈ വഴിയാണ് പോകുന്നത് കേട്ടോ. പറശ്ശിനിക്കടവ് പുതിയ ബൈപ്പാസൊക്കെ മേലെ കൂടിയതാ പോകുന്നത്. 6 വരി പാത. ഇത് തലശ്ശേരിയിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. നമ്മളിപ്പം ചാല ബൈപ്പാസ് എത്തി കേട്ടോ. അത് നേരെ പോയാൽ കണ്ണൂർ. അപ്പോൾ നമ്മൾ മെയിൻ ടൗണുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അതാണ് കോഴിക്കോട് നിന്ന് വരുന്നൊരു റൂട്ട്.
മൃഗശാല. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണോ എന്ന് അറിഞ്ഞൂടെ. ഞാനിപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് അങ്ങോട്ടൊക്കെ. ഇവിടെയൊക്കെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. 6 വരിപ്പാത. നമ്മൾ മെയിനായിട്ടുള്ള ടൗൺ ഏരിയ ഒക്കെ സ്കിപ്പ് ചെയ്തു. അതായത് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടാകുന്ന ഏരിയ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്കിപ്പ് ചെയ്ത് മമ്പറം പേർളശ്ശേരി ആ ഒരു വഴിയാണ് വന്നത്. എടക്കാട് മാത്രം നല്ല രീതിയിൽ ട്രാഫിക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എല്ലാം റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. മറ്റേ മാഹി ബൈപ്പാസിൽ കുടുങ്ങി. ഇവിടെ പിന്നെ എപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും ഈ ഒരു ട്രെയിൻ. താഴത്ത് റെയിൽവേ ട്രാക്കാണ് പോകുന്നത്. താഴത്ത് കൂടി റെയിൽവേ ട്രാക്ക്. ഏതൊരു ട്രെയിൻ കടന്നു പോകണേ നല്ലൊരു വ്യൂ തന്നെ അവിടുന്ന് കിട്ടുക. മംഗലാപുരം 149, കാസർഗോഡ് 96, കണ്ണൂരേക്ക് 6 കിലോമീറ്റർ. ഇത് ശരിക്ക് 1 വേ ആണ് കേട്ടോ. റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ട് പോകണം. ഇതിലൊരു ട്രെയിൻ വരണമായിരുന്നു. അപ്പോൾ അതാണ് കണ്ണൂരത്തെ സെൻട്രൽ ജയിൽ. അടുത്തേക്ക് കയറി പോകുന്നത് വളപട്ടണം പാലം കയറാൻ പോവാണ്. വളപട്ടണം പാലം. പുഴ കടക്കണ്ടേക്കുള്ളൂ. ചെറിയൊരു കാര്യം ചെറിയ അമ്പലമില്ലേ നമ്മുടെ ദീപക്ക് എപ്പോൾ നിങ്ങളോട് പറയാനുണ്ടാവല്ലോ അല്ലേ? ഞാൻ ടീച്ചറെ കൊണ്ടുപോയി
മൃഗശാല എത്തി. ഇവിടുന്ന് 4.5 കിലോമീറ്റർ ആണ്. അതുപോലെ സ്നേക്ക് പാർക്ക് 1.4 കിലോമീറ്റർ, പറശ്ശിനിക്കടവ് 4.5 കിലോമീറ്റർ. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കും അതുപോലെ തന്നെ വിസ്മയ പാർക്കെല്ലാം വരുന്നത് കേട്ടോ. ഇത് പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ബസ്സിന് വരുന്നവർ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നേരെ കാണുന്ന കവാടം വഴി നമുക്ക് നടന്നു പോവാം. അതോ വണ്ടിയുള്ള ആൾക്കാർ നമുക്ക് നേരെ അമ്പലത്തിൻ്റെ താഴെ തന്നെ പോകാം കേട്ടോ. ഈ വഴി നേരെ അങ്ങ് പോയാൽ മതി. ഇതാണ് ബസ് സ്റ്റാൻഡ്, പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് പോകുമ്പം ലെഫ്റ്റിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്. ഇത് നേരെ മയ്യിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഇതിൽ നേരെ പോകുമ്പോൾ മുത്തപ്പൻ്റെ മടപ്പുരൻ്റെ ഭാഗത്ത്. അതുപോലെ തന്നെ ഇവിടെ ടൂറിസ്റ്റ് ഹോമൊക്കെ ഉണ്ട് കേട്ടോ. റൂമായാലും ഡോർമെറ്ററി ആയാലും എല്ലാം അവൈലബിളാണ്. നല്ല കൊടും വളവും നല്ല ഇറക്കവും. ഉറക്കത്തിലാണോ? കണ്ണു തുറന്നു. ആ അതന്നെ അതന്നെ അത് പറഞ്ഞതാ. ആ നമ്മളന്ന് കേറിയത് സ്റ്റെപ്പ് കയറിയ വഴിയായിരിക്കും. അല്ലല്ല, സ്റ്റാൻഡിലേക്ക് ബസ് കയറാൻ വേണ്ടിട്ട്. വണ്ടി ഇങ്ങോട്ട് എവിടെയും ബസ്സുണ്ടായിരുന്നു. പറശ്ശിനിക്കടവ് എത്തി കേട്ടോ. പാർക്കിംഗ് ഉണ്ടല്ലേ? പാർക്കിംഗ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിതാ പറശ്ശിനിക്കടവ് എത്തി കേട്ടോ. ഇപ്പോൾ സമയം 12:20 നമ്മൾ പുലർച്ചെ വീട്ടിൽ നിന്ന് വിട്ടതാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തിരുവങ്ങാടും അതുപോലെ തന്നെ മാടായിക്കാവ്, പെരളശ്ശേരി, ചെറുകുന്ന് അങ്ങനെ കുറച്ച് അമ്പലങ്ങളൊക്കെ കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അതുകൊണ്ടിപ്പം സമയം 12:30 കഴിഞ്ഞ്. അമ്മ അനിയെത്തിയത് അച്ഛനത് മുമ്പിൽ പോകുന്നുണ്ട്. ഈ വഴിയാണ് നമുക്ക് മുത്തപ്പൻ്റെ മടപ്പുരയിലേക്ക് പോകുന്നത്. ഈ ഭാഗത്ത് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടൊക്കെ രണ്ട് സൈഡിലും കടകളാണ്.
അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് ഇവിടുന്ന് വലതു ഭാഗത്തേക്കാണ് പോകാനുള്ളത്. അപ്പോൾ ഈ ലെഫ്റ്റുള്ള വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് ഈ വഴിയാണ്. അപ്പോൾ ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം. ഇവിടെ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രവേശന കവാടം രാത്രി 12 മണിക്ക് അടയ്ക്കും, രാവിലെ 4 മണിക്ക് തുറക്കും. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഈ കാണുന്നത് കുട്ടികൾക്ക് ചോറൂണ് നടത്തുന്നൊരു സ്ഥലമാണ്. പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ. നേരെ ഇനി പുഴേൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വീഡിയോഗ്രാഫി ഒന്നും അലൗഡല്ല കേട്ടോ. പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രം. അതുപോലെ ഭക്ഷണശാലയാണ് കേട്ടോ. അന്നദാനം കൊടുക്കുന്നൊരു സ്ഥലമാണ് ഊട്ടുപുര. വളപട്ടണം പുഴയാണ് കേട്ടോ ഇത്. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു വ്യൂ തന്നെ നമുക്ക് മടപ്പുരൻ്റെ ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ഇവിടുന്ന് കാണുന്ന മടപ്പുരൻ്റെ ഒരു വ്യൂ ഇതാണ്. അതുകൊണ്ടില്ലേ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ആ കാണുന്ന വഴിയാണ് മയ്യിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് മയ്യിലേക്കുള്ള വഴി കണ്ടില്ലേ? അപ്പോൾ ആ ഒരു പാലമാണ് ഇവിടെ കാണുന്നത്. ആ പാലത്തിൻ്റെ മുകളിൽ പോയാൽ നല്ലൊരു വ്യൂ തന്നെ കിട്ടും കേട്ടോ. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്. ഇനി നമ്മൾ നേരെ അകത്തേക്ക് കയറുകയാണ്. അകത്തിന് ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും അലൗഡല്ല. ഇനിയിപ്പോൾ നേരെ അകത്ത് കയറി ദർശനം കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ അന്നദാനം കഴിക്കാനുള്ള വരി നിൽക്കുകയാണ് കേട്ടോ. അന്നദാനം കഴിക്കാനുള്ള ക്യൂ ആണ് അത്. ഇപ്പോൾ സമയം ഉച്ചയായി. എന്നാലും ഇവിടെ മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക്
ജനപ്രവാഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ബോട്ട് അങ്ങനെ ഇവിടുന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അടുത്തതായിട്ടൊരു വലിയ ബോട്ട് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോട്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ മുത്തപ്പൻ്റെ അന്നദാനത്തിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. നല്ല നമുക്ക് വയറും മനസ്സും നിറയുന്ന രീതിയിലുള്ള അന്നദാനമാണ് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. വയറും നിറയും, അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സും നിറയും. നല്ല അടിപൊളി ഭക്ഷണം തന്നെയാണ്. അങ്ങനെ നമ്മൾ മടപ്പുരയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ സമയം 3 മണിയായിട്ടോ. ഈ സമയത്ത് നല്ല രീതിയിലുള്ളൊരു തിരക്കാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രസാദം കൊടുക്കുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പം നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇരുഭാഗത്തും കടകളാണുള്ളത് കേട്ടോ. ഫാൻസി കടകളായാലും ഇതുപോലത്തെ ഭഗവാന്റെ ഫോട്ടോസൊക്കെയുള്ള കടകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു വഴിയാണ് വന്നത്. അപ്പോൾ നേരെ പോകുന്നത് നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കുള്ള ആ ഒരു വഴിയാണ് നേരെ. അങ്ങനെ സന്നിധിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട്. ഫോട്ടോസ് ആയാലും ഇതുപോലത്തെ സ്വീറ്റ്സ് ആയാലും അങ്ങനെ ഒരുപാട് കടകൾ നമുക്ക് കാണാൻ കഴിയും. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റും കേട്ടോ. അത്രയും പീസ്ഫുള്ളാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ വന്നിരുന്നാൽ നമുക്ക് സമയം പോകുന്നൊന്നും അറിയില്ല. കാരണം നമ്മളിവിടെ ഒരു 11:30-12 മണി ആ ഒരു റേഞ്ചിൽ ഇവിടെ വന്നതാണ്. ഇപ്പോൾ സമയം 3 മണിയായി. അപ്പോൾ അത്രയും നേരം നമ്മളിവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അങ്ങനെ പറശ്ശിനിക്കടവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം മറ്റെവിടെയും കാണാം. അതുവരയ്ക്കും ബൈ.